പ്രൈസ് ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ മാധുര്യമേറിയ നാമം ഉയർത്തപ്പെടുമാറാകട്ടെ. പ്രഭാതത്തിൽ കൂടി വന്ന മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി തലകൾ ഉണക്കിയ എല്ലാ ദൈവമക്കളെയും ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. എല്ലാ ദൈവമക്കൾക്കും കർത്തൃഭൃത്യന്മാർക്കുമുള്ള ക്രിസ്തീയ സ്നേഹവന്ദനങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ വന്യപരിശുദ്ധ നാമത്തിൽ അറിയിക്കുന്നു. ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവ് നമ്മെ എല്ലാവരെയും ഭദ്രമുള്ള ചിറകടിയിൽ മറയ്ക്കുന്നു എന്ന് വിശ്വസിക്കുകയും പ്രാർത്ഥനയിൽ പരസ്പരം ഓർക്കുവാൻ കർത്താവ് വീണ്ടും നമുക്ക് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ ചില നിമിഷങ്ങൾ തിരുവെഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ നിന്ന് 1-ാം വാക്യത്തിലേക്ക് നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ സ്വാഗതം ചെയ്യുന്നു. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. തെയോഫിലോസേ, ഞാൻ എഴുതിയ 1-ാമത്തെ ചരിത്രം യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയ സകലത്തെക്കുറിച്ചും ആയിരുന്നുവല്ലോ. പുതിയ നിയമത്തിലെ പകരം വെക്കാനില്ലാത്ത മനോഹരമായിട്ടുള്ള ഒരു പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം. യേശുവിന്റെ മൗലിക ജീവചരിത്രം എഴുതിയ 4 സുവിശേഷങ്ങളെയും 21 ലേഖനങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ബ്രിഡ്ജാണ്, ഒരു പാലമാണ് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം ഇല്ലെങ്കിൽ ചിന്തിക്കാൻ പോലും കഴിയില്ല. കാരണം സുവിശേഷം കഴിഞ്ഞാൽ നേരെ ലേഖനങ്ങളിലേക്ക് കയറുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സഭയുണ്ടായത് ഒന്നും അറിയാൻ കഴിയാത്തൊരു അനുഭവമായി പോകും. അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം ഇല്ലാത്തത് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമാണ്. വേദപുസ്തകത്തിലെ പകരം വെക്കാനില്ലാത്തൊരു പുസ്തകമെന്ന് ഞാൻ വിശേഷിപ്പിക്കാൻ കാരണം, പുതിയ നിയമ സഭയ്ക്ക് ഏറ്റവും പ്രാധാന്യമുള്ളൊരു പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തി. അതിന് പ്രധാന 3 കാരണങ്ങൾ. ഒന്ന്, മത്തായി സുവിശേഷം 16-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള ഭാഗങ്ങളിൽ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ഞാൻ എൻ്റെ സഭയെ പണിയും എന്നുള്ള സ്റ്റേറ്റ്മെന്റ് നിവർത്തീകരിക്കപ്പെട്ട ഒരു വിഷയം നാം കാണുന്നത് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിലാണ്. അതുകൊണ്ട് തന്നെ അനാദി കാലഘട്ടങ്ങൾക്ക് മുമ്പ് ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ മറഞ്ഞു കിടന്ന സഭ ഭൂമിയിൽ സ്ഥാപിതമായത് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിലാണ്. അതാണ് 1-ാമത്തെ പ്രത്യേകത. 2-ാമത്തെ പ്രത്യേകത, പരിശുദ്ധാത്മാവിന്റെ നിത്യമായ അതേ വരവ്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ഭൂമിയിൽ നിത്യമായി എന്നേക്കുമായി സ്ഥിരമായി വന്നത് അപ്പോസ്തല പ്രവൃത്തിയിലാണ്. പഴയ നിയമങ്ങളിലും ന്യായപ്രമാണങ്ങളിലും ഒക്കെ വന്നും പോയും ഇരിക്കുന്ന ഒരു കാലമായിരുന്നു. കൂടാതെ വേദപുസ്തക അടിസ്ഥാന ഉപദേശങ്ങൾ, സഭയുടെ 7 അടിസ്ഥാന ഉപദേശങ്ങൾ, ഫണ്ടമെന്റൽ ഡോക്ട്രിൻസുകൾ ഈ പുസ്തകത്തിനകത്താണ്. അതുകൊണ്ട് തന്നെ ഇത് പകരം വെക്കാൻ കഴിയാത്ത പ്രീഷ്യസ് ആയിട്ടുള്ളൊരു ബുക്ക് തന്നെയാണ്. അപ്പോസ്തല പ്രവൃത്തി 28 അധ്യായമുള്ള പുസ്തകം, 1007 വാക്യങ്ങളുള്ള മനോഹരമായ ഒരു പുസ്തകം. ഒറ്റ നോട്ടത്തിൽ തന്നെ ഈ പുസ്തകത്തിന്റെ താക്കോൽ അധ്യായം 2-ാം അധ്യായമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഈ പുസ്തകത്തിന്റെ താക്കോൽ വാക്യം എന്ന് പറയുന്നത് 1-ാം അധ്യായം 8-ാം വാക്യമാണ്. വിശ്വാസികളായിട്ടുള്ള ദൈവമക്കളൊക്കെ ഈ വാക്യങ്ങൾ കാണാതെ പഠിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിന്റെ താക്കോൽ വാക്യം 1-ാം അധ്യായം 8-ാം വാക്യമാണ്. എന്തുകൊണ്ടാണ് ഇത് കാണാതെ പഠിക്കണമെന്ന് പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ, 28 അധ്യായമുള്ള ഈ പുസ്തകത്തെ 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് പഠിക്കാൻ നാം ഉപയോഗിക്കുന്നത് ഈ താക്കോൽ വാക്യമാണ്. താക്കോൽ വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്
അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തെ നമ്മൾ 4ആയി ഡിവൈഡ് ചെയ്യുന്നത്. ഏതാണ് താക്കോൽ വാക്യം? എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികൾ ആകും. ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതിനെ 4ആയി തിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തിയെ 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 2-ാം അധ്യായത്തിന്റെ 4 വരെയുള്ള വാക്യങ്ങളെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്, ആമുഖം അല്ലെങ്കിൽ മുഖവുര എന്ന് നമുക്ക് തിരിക്കാം. രണ്ടാമതായി നമ്മൾ ശ്രദ്ധിച്ചാൽ 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം മുതൽ 8-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം വരെ സഭ യെരൂശലേമിൽ എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മൂന്നാമതായി ശ്രദ്ധിച്ചാൽ 8-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ ആരംഭിച്ച് 11-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ വരെ സഭ യഹൂദിയരെല്ലായിടത്തും പിന്നെ ശമരിയിലും എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നാലാമതായി 11-ാം അധ്യായം 19-ാം വാക്യത്തിൽ ആരംഭിച്ച് 28-ാം അധ്യായം 31-ാം വാക്യത്തിൽ അവസാനിക്കുമ്പോൾ സഭ ഭൂമിയുടെ അറ്റത്തോളം എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ 1-ാം അധ്യായം 8-ാം വാക്യ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ 4ആയിട്ട് ഈ പുസ്തകത്തെ പഠന സൗകര്യാർത്ഥം തിരിച്ച് പഠിക്കുന്നത്. എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ തിരിച്ചെന്ന് ചോദിച്ചാൽ, അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം പ്രസംഗിക്കാനോ വായിക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് ഇങ്ങനെ തിരിച്ച് പഠിക്കുന്നതാണ് സിസ്റ്റമാറ്റിക്കലായി തിരുവെഴുത്ത് പഠിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. സ്തോത്രം. ഈ പുസ്തകം എഴുതിയ ആളിനെ കുറിച്ച് പ്രത്യേകിച്ചൊരു പരാമർശത്തിന്റെ ആവശ്യമില്ല. ഫിസിഷ്യനായ ലൂക്കോസ്, വൈദ്യനായ ലൂക്കോസ്, അദ്ദേഹം 2 ചരിത്ര പുസ്തകങ്ങളാണ് എഴുതിയത്. ഇത് 2ാമത്തെ വോളിയമാണ് അപ്പോസ്തല പ്രവൃത്തി. 1-ാമത്തെ ചരിത്ര പുസ്തകം നമുക്കറിയാം, ലൂക്കോസിന്റെ സുവിശേഷമാണ്. അവിടെ യേശുവിന്റെ ചരിത്രം എഴുതി, ഇവിടെ സഭയുടെ ചരിത്രം എഴുതി. അപ്പോൾ യേശുക്രിസ്തുവിന്റെ മരണ അടക്ക പുനരുത്ഥാനത്തിന് ശേഷം, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷമുള്ള ആരംഭ പുതിയ നിയമസഭയുടെ 30 വർഷത്തെ ചരിത്രമാണ് ഈ 28 അധ്യായങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ലൂക്കോസ് അന്നത്തെ റോമൻ കുതിരപ്പട്ടാളത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥനെന്ന് വേദപിതാക്കന്മാരൊക്കെ അഭിപ്രായപ്പെടുന്ന തെയോഫിലോസിന് വേണ്ടിയാണ് ഈ 2 പുസ്തകം എഴുതിയത്. ആദ്യത്തെ പുസ്തകം എഴുതി തെയോഫിലോസിന് കൈമാറിയതിനു ശേഷം അദ്ദേഹം അത് വായിച്ച് രക്ഷിക്കപ്പെട്ട ക്രിസ്ത്യാനിയായെന്നാണ് ചരിത്രം. അതിനുശേഷം 2ാമതൊരു പുസ്തകം എഴുതാൻ കാരണം, തന്റെ ആദ്യ പുസ്തകമായ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിന്റെ ജനനം, വളർച്ച, ജീവിതം, ശുശ്രൂഷ, കഷ്ടാനുഭവം, മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ് കൊണ്ട് അവസാനിക്കുകയാണ്. എന്നാൽ യേശു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് അവസാനിച്ചിട്ടില്ലെന്നും ഇന്നും അവന്റെ നാമത്തിൽ ആര് പ്രസംഗിക്കുന്നു അവരുടെ നടുവിൽ ഇറങ്ങി വന്ന അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും വചനത്തെ ഉറപ്പിക്കുന്നു എന്ന് തെയോഫിലോസിനെ ബോധ്യമാക്കാൻ 2ാമതൊരിക്കൽ കൂടെ താൻ തൂലിക ചലിപ്പിച്ചപ്പോൾ പിറന്നു വീണ ലേഖനമാണ്, ചരിത്ര പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം. അതുകൊണ്ട് തന്നെ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം വളരെ പ്രീഷ്യസ് ആണ്. വായിച്ചിട്ടില്ലാത്ത ഒരു 2-3 ആവർത്തിയെങ്കിലും ഈ പുസ്തകം വായിക്കേണ്ടത് അനിവാര്യമാണ്. ഈ പുസ്തകത്തെ കുറിച്ച് ചില തർക്കങ്ങളൊക്കെ നിലവിലുണ്ട്. തർക്കങ്ങൾ എന്ന് പറഞ്ഞാൽ, പരിശുദ്ധാത്മാവ് ഈ പുസ്തകത്തെ കുറിച്ച് ആധികാരികമായി ചില കാര്യങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും തർക്കങ്ങളൊക്കെ ഉണ്ടാകാം. സ്തോത്രം. എങ്കിലും അതിലൊരു തർക്കം എന്ന് പറയുന്നത് ഇതിന്റെ പേരുമായി ബന്ധപ്പെട്ടാണ്. അപ്പോസ്തല പ്രവൃത്തികൾ എന്ന പേരിനോട് യോജിക്കാത്ത കുറെ ആളുകളുണ്ട്. അതിന്റെ കാരണം, ഇതിനകത്ത് അപ്പോസ്തലന്മാരെന്ന് പറയാൻ പറ്റുന്ന ആകെപ്പാടെ ഒന്ന് പത്രോസും ഒന്ന് യോഹന്നാനേ ഉള്ളൂ. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ആള് പൗലോസേ ഉള്ളൂ. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഈ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തിയാകുന്നതെന്നാണ് ചോദ്യം. സ്തേഫാനോസോ ഫിലിപ്പോസോ ഇവരൊന്നും അപ്പോസ്തലന്മാരല്ലല്ലോ. അതുകൊണ്ട് ആ പേര് യോജ്യമല്ല എന്നുള്ളതാണ് ഒരു വിഭാഗം ആളുകളുടെ വാദം. അത് ശരിയാണ്, അല്ലെന്ന് പറയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ആളുകളിൽ ഭൂരിഭാഗം ആളുകളും പറയുന്നു ഇതിന് ചേർന്ന പേര് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ എന്നുള്ളതാണ്. അതിന്റെ കാരണം, ഈ പുസ്തകം നമ്മൾ പരിശോധിച്ചാൽ യേശുക്രിസ്തുവിന്റെ മേൽ ഉണ്ടായിരുന്ന പരിശുദ്ധാത്മാവ് യേശുക്രിസ്തുവിന്റെ
സ്വർഗാരോഹണത്തിന് ശേഷം മാളികമുറിയിൽ കാത്തിരുന്ന ശിഷ്യന്മാരുടെ മേൽ വന്ന് അവരിലൂടെ സുവിശേഷീകരണം ആ കാലഘട്ടത്തിൽ ഭംഗിയായി നിവർത്തീകരിച്ചതിന്റെ ഒരു ചരിത്രമാണ് അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം. അപ്പൊ അതുകൊണ്ട് തന്നെ ഒട്ടും സംശയിക്കാതെ പറയാം, ഈ പുസ്തകം കേവലം അപ്പോസ്തലന്മാരുടെ പ്രവൃത്തിയല്ല, ഇത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളുടെ പുസ്തകം തന്നെയാണ്. സ്തോത്രം. ഇത് വായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസും അങ്ങനെ തന്നെയാണ്. സ്തോത്രം. ഞാൻ ഇന്ന് ഈ വാക്യത്തെക്കുറിച്ച് ഒന്ന് ധ്യാനിക്കണമെന്ന് നിങ്ങളുടെ മുമ്പിൽ താല്പര്യപ്പെട്ടതിന്റെ കാരണം, അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നാം കാണുന്നത് പുതിയ നിയമ ശുശ്രൂഷയുടെ ഒരു പാറ്റേൺ ആണ്. എന്താണ് പുതിയ നിയമ ശുശ്രൂഷ എന്നുള്ളതിന്റെ ഒരു പാറ്റേൺ ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ പോകുന്നത്. നമ്മൾ ഒത്തിരി പ്രസംഗങ്ങൾ കേൾക്കുന്നുണ്ട്, പല ശുശ്രൂഷകളും കേൾക്കുന്നുണ്ട്, പല 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 ടൈപ്പുകൾ കാണുന്നുമുണ്ട്. അതൊക്കെ വിട്ടേക്കുക. എന്താണ് പുതിയ നിയമ ശുശ്രൂഷയുടെ പാറ്റേൺ? അതാണ് നമ്മൾ ഇന്ന് ശ്രദ്ധിക്കാൻ പോകുന്നത്. അങ്ങനെ പറയാൻ കാരണം, യേശുക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ ഫോളോ ചെയ്യേണ്ടത് എപ്പോഴും യേശുക്രിസ്തു ഫോളോ ചെയ്ത ശുശ്രൂഷയാണ്. യേശുക്രിസ്തു ഫോളോ ചെയ്യാത്തൊരു ശുശ്രൂഷ ഇവിടെ ആരെങ്കിലും ചെയ്താൽ അതിനെ നമുക്ക് ഒരിക്കലും പുതിയ നിയമസഭയുടെ ശുശ്രൂഷ എന്ന് അംഗീകരിക്കാൻ കഴിയില്ല. സ്തോത്രം. ചില ആളുകൾ പറയുന്നുണ്ട്, യേശുക്രിസ്തു ചെയ്യാത്ത കാര്യങ്ങൾ, അതിനേക്കാൾ വലിയ വലിയ കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ചെയ്യിക്കും എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പുതിയൊരു വെളിപ്പാട് തരുമെന്ന് പറഞ്ഞ് ഞാൻ വായിച്ചിട്ടില്ല. പകരം പരിശുദ്ധാത്മാവ് വന്നിട്ട് യേശു പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുമെന്നും യേശു പഠിപ്പിച്ച കാര്യങ്ങളുടെ മർമ്മങ്ങൾ വെളിപ്പെടുത്തുമെന്നുമാണ് കർത്താവായ യേശുക്രിസ്തു ജീവിച്ചിരുന്നപ്പോൾ വരാൻ പോകുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞത്. അതുകൊണ്ട് പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ചെയ്യുമെന്നല്ല പറഞ്ഞത്. പകരം യേശു കർത്താവ് പഠിപ്പിച്ച ഉപദേശങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയും അതിന്റെ പൊരുളുകൾ നമുക്ക് തിരിച്ചു തരികയും ചെയ്യും. അപ്പോൾ ഇതുവരെ നമുക്ക് മനസ്സിലാകാത്ത പല കാര്യങ്ങളും പരിശുദ്ധാത്മാവ് പൊരുൾ തിരിച്ചു തരുമ്പോൾ അതൊരു പുതിയ വെളിപ്പാട് തന്നെ ആയിരിക്കും. സ്തോത്രം. പക്ഷെ അത് ഓൾറെഡി യേശു പറഞ്ഞു വെച്ച കാര്യങ്ങൾ തന്നെയാണ്. സ്തോത്രം. അപ്പോൾ നമുക്ക് യേശു ഫോളോ ചെയ്ത ശുശ്രൂഷ എന്തായിരുന്നു, നമുക്കത് ഒന്ന് നോക്കാം. ഇവിടെ ഈ 1-ാം വാക്യത്തിൽ ഒരു പ്രത്യേക പരാമർശം ഉണ്ട്. തെയോഫിലോസെ, ഞാൻ എഴുതിയ 1-ാമത്തെ ചരിത്രം. ഞാൻ എഴുതിയ 1-ാമത്തെ ചരിത്രം എന്ന് പറയുമ്പോൾ തന്നെ ഓർത്തോണം, ഇത് അപ്പോസ്തലപ്രവൃത്തിയിലെ വിഷയമല്ല, ഇത് ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ പ്രമേയമാണ്. അപ്പോൾ ലൂക്കോസിന്റെ സുവിശേഷമാണ് 1-ാമത്തെ ചരിത്രം. അപ്പം വൈദ്യനായിരുന്ന പൗലോസിന്റെ മിഷണറി യാത്രയിലെ സഹകാരിയായിരുന്ന ഈ ഫിസിഷ്യനായ ലൂക്കോസ് 24 അധ്യായമുള്ള 1-ാം വോളിയം എഴുതിയിട്ടുണ്ട്. അതാണ് ലൂക്കോസിന്റെ സുവിശേഷം. അതാണ് ഇവിടെ പറയുന്ന 1-ാമത്തെ ചരിത്രം. ആ 1-ാമത്തെ ചരിത്രത്തിനകത്ത് യേശു ചെയ്ത മിനിസ്ട്രി എന്തായിരുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സ്തോത്രം. നമുക്ക് നോക്കാം. ഞാൻ എഴുതിയ 1-ാമത്തെ ചരിത്രം, യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയ സകലത്തെക്കുറിച്ചുമായിരുന്നല്ലോ. അപ്പൊ അവിടെ എഴുതിയിരിക്കുന്ന ഒരു പദമുണ്ട്, അണ്ടർലൈൻ ചെയ്യേണ്ട പദം, തുടങ്ങിയ. അപ്പം യേശു തുടങ്ങിയത് സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുക. കർത്താവ് എന്തോ ഒരു മിനിസ്ട്രി തുടങ്ങി. അതാണ് നാം ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 1-ാമത്തെ ചരിത്ര പുസ്തകത്തിൽ കാണും. സ്തോത്രം. ഇനി ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം. യേശു ഈ ഭൂമിയിൽ വന്ന് തന്റെ ഐഹിക ശുശ്രൂഷ കാലഘട്ടത്തിൽ തന്റെ ഫിസിക്കൽ ബോഡിയിൽ നിന്ന് 3.5 വർഷം യേശു തുടങ്ങി വെച്ച ശുശ്രൂഷ ഇന്ന് യേശുവിന്റെ ആത്മീക ശരീരമാകുന്ന സഭയിലൂടെ പരിശുദ്ധാത്മാവ് തുടരുകയാണ്. അതിന്റെ ചരിത്രമാണ് അപ്പോസ്തലപ്രവൃത്തി. മനസ്സിലാകുന്ന എത്ര ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. യേശു തുടങ്ങി വെച്ചത് സുവിശേഷങ്ങളിൽ ഫിസിക്കൽ ബോഡിയിൽ ഈ ഭൂമിയിൽ വന്ന്
യേശു തുടങ്ങി വെച്ചൊരു മിനിസ്ട്രി, അതേ ഐകിക ശുശ്രൂഷയിൽ തൻ്റെ ഫിസിക്കൽ ബോഡിയിൽ നിന്ന് മനുഷ്യനായി നിന്നുകൊണ്ട് യേശു തുടങ്ങി വെച്ച ശുശ്രൂഷ, പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായി നിന്നുകൊണ്ട് താൻ തുടങ്ങി വെച്ച ശുശ്രൂഷ ഇന്ന് യേശുവിന്റെ ആത്മീക ശരീരമാകുന്ന സഭയിലൂടെ യേശു ക്രിസ്തു തന്റെ പരിശുദ്ധാത്മാവിനാൽ തുടരുന്നതിന്റെ ചരിത്രമാണ് നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുന്നത്. അപ്പോൾ യേശു തുടങ്ങിയ മിനിസ്ട്രി നിന്നിട്ടില്ല, അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് രാവിലെ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾ ഈ മിനിസ്ട്രിയുടെ ഭാഗവാക്കാകുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ കർത്താവ് തുടങ്ങി വെച്ച മിനിസ്ട്രി അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ മിനിസ്ട്രിയുടെ പാർട്ടിസിപ്പേഷനാണ് നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്നത്. സ്തോത്രം. ഇനി ആ മിനിസ്ട്രി എന്തായിരുന്നു? അതിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ട്. എന്തായിരുന്നു ആ മിനിസ്ട്രി? ഇവിടെ രണ്ട് പദപ്രയോഗങ്ങൾ ഉണ്ട്. സ്തോത്രം. ഒന്ന്, അവൻ ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയ. അപ്പോൾ യേശുവിന്റെ മിനിസ്ട്രിയെ രണ്ടായി നമുക്ക് തിരിക്കാം. ഒന്ന്, അവൻ ചെയ്തത്. രണ്ട്, ഉപദേശിച്ചത്. ഇതാണ് പുതിയ നിയമ ശുശ്രൂഷ. എന്താണ് പുതിയ നിയമ ശുശ്രൂഷ? ഒന്ന്, ഡു. രണ്ട്, ആൻഡ് ടീച്ച്. അവൻ ചെയ്തതും ഉപദേശിച്ചതും. അപ്പോൾ കർത്താവിന്റെ മിനിസ്ട്രിയിൽ രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ കർത്താവിന്റെ മിനിസ്ട്രി ഏതെങ്കിലും വൺ സൈഡ് ശുശ്രൂഷയല്ലായിരുന്നു. കർത്താവിന്റെ ശുശ്രൂഷയിൽ രണ്ടും ഉണ്ടായിരുന്നു. എന്ത്? കർത്താവ് ചിലതൊക്കെ ചെയ്യുമായിരുന്നു, കർത്താവ് നന്നായി ഉപദേശിക്കുമായിരുന്നു. ഇനി ഇവിടെ എന്നെ ചിന്തിപ്പിച്ചത്, ഇത് രണ്ടും കർത്താവ് ചെയ്തത് എങ്ങനെയാണെന്നറിയാമോ? പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തും ഉപദേശിച്ചു. അപ്പം കർത്താവ് ചിലത് ചെയ്തതും കർത്താവ് ഉപദേശിച്ചതും പരിശുദ്ധാത്മാവിനാലാണ്. നിർഭാഗ്യവശാൽ എന്താണ് കർത്താവ് ചെയ്തത്? അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം 38-ാം വാക്യത്തിൽ കൊർന്നല്യോസിന്റെ വീട്ടിൽ പത്രോസിന്റെ പ്രഭാഷണത്തിൽ പറയുന്നുണ്ട്, നസറേനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും, അഭിഷേകം കിട്ടിയപ്പോൾ യേശു എന്ത് ചെയ്തു? അവൻ നാടെങ്ങും നന്മ ചെയ്തെന്ന് പറയുന്നു. അപ്പോൾ കർത്താവ് ചെയ്ത ഒന്നാമത്തെ കാര്യം, നാടെങ്ങും നന്മ ചെയ്തു. ജാതിമത വർഗ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും കർത്താവ് നന്മ ചെയ്തു. പാലസ്തീനിലെ ഒരു ചെറിയ ഭാഗത്ത് മാത്രം നിന്ന് ശുശ്രൂഷിച്ച യേശു ലോകത്തിന്റെ 5 വൻകരകളിലും വിശ്വപ്രസിദ്ധനാകാൻ കാരണം യേശുവിന്റെ ദൈവത്വം ലോകം അംഗീകരിച്ചത് കൊണ്ടല്ല, പിന്നെ അവൻ ചെയ്ത നന്മയാണ് കാരണം. മഹാത്മാഗാന്ധിജിയും ശ്രീബുദ്ധനുമൊക്കെ യേശു ഞങ്ങളുടെ കാലത്തായിരുന്നു ജീവിച്ചിരുന്നതെങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തിന്റെ കാൽപാദം കഴുകിയ വെള്ളം കുടിക്കുമായിരുന്നു എന്നവർ പറയാൻ കാരണം യേശുവിന്റെ ദൈവത്വം അംഗീകരിച്ചത് കൊണ്ടല്ല, പിന്നെ അവൻ ചെയ്ത നന്മയാണ് കാരണം. ആരും തൊടാൻ അറയ്ക്കുന്ന ആളുകളെ അവൻ തൊട്ടത്, അനാഥരെയും അശരണരായ ആളുകളെ അവൻ ചേർത്ത് പിടിച്ചത്, അധ്വാനിക്കുന്നവർക്കും ഭാരം ചുമക്കുന്നവർക്കും ആശ്വാസമായി തീർന്ന, ലോകത്തിൽ പലരും കാണിക്കാത്ത മനുഷ്യത്വം, തൊടാനറയ്ക്കുന്ന കുഷ്ഠരോഗിയുടെ തൊട്ട്, വ്യഭിചാരത്തിൽ അകപ്പെട്ടു പോയവരോട് ദയ കാണിച്ച്, അനാഥർക്കും വിധവമാർക്കും ശരണമായി, അധ്വാനത്തിലും കഷ്ടതയിലുമായവർക്ക് ആശ്വാസമായി തീർന്ന ആ യേശുവിന്റെ നന്മയല്ലേ ലോകം മുഴുവൻ കർത്താവിനെ പ്രകീർത്തിക്കാനുള്ള പ്രധാന കാരണം. അങ്ങനെങ്കിൽ യേശുവിനെ ഫോളോ ചെയ്യുന്ന നിങ്ങൾ നന്മ ചെയ്യണം. പരിശുദ്ധാത്മാവ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ നന്മ ചെയ്യണം. ആർക്ക് നന്മ ചെയ്യണം? ജാതി മതവർഗ വ്യത്യാസമില്ലാതെ നിങ്ങളുടെ അയൽവക്കംകാർക്ക്, ചുറ്റുപാടുള്ളവർക്ക്, കണ്ണിൽ കാണുന്നവർക്ക് നിങ്ങളുടെ കയ്യിൽ ഉള്ളപ്പോൾ നന്മ ചെയ്യാതിരിക്കരുത്. യോഗ്യരായവർക്ക് ചെയ്യണം. പൗലോസ്ലിഹ അതുകൊണ്ടാണ് ഗലാത്യ ലേഖനത്തിൽ പറയുന്നത്, നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകരുത്. മടുക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണിത്. അതെന്താ കാര്യം? ഞാനിപ്പോൾ നന്മ ചെയ്തു, നമ്മുടെ വർഗീസ് അച്ചായന് ഒരു നന്മ ചെയ്തു, അല്ലെങ്കിൽ വർഗീസ് അച്ചാൻ എനിക്കൊരു നന്മ ചെയ്തു. നാളെ എന്നിൽ നിന്നൊരു തിക്താനുഭവം വർഗീസ് അച്ചാന് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ വർഗീസ് അച്ചാൻ പറയും, മേലാൽ ഇനി ഞാൻ ഒരു മനുഷ്യന് നന്മ ചെയ്യത്തില്ല. അങ്ങനെ ഒത്തിരി പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. നീ കൊടുത്ത നന്മ വാങ്ങിച്ചിട്ട് അവർ നിന്റെ മുഖത്തിന് നേരെ തുപ്പിയാൽ
മനസ്സും അടുത്തിട്ട് നാളെ ഞാൻ ഇനി ആർക്കും നന്മ ചെയ്യില്ല എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിലേക്ക് പോകരുത്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകരുത്. എന്നിട്ട് അടുത്ത പൗലോസ് പറയുന്നു ആർക്കാണ് നന്മ ചെയ്യേണ്ടത്? എല്ലാവർക്കും നന്മ ചെയ്യുക, വിശേഷാൽ സഹവിശ്വാസികൾക്കും. അപ്പോൾ ആദ്യം നന്മ ചെയ്യേണ്ടത് എല്ലാവർക്കുമാണ്. അതിനകത്ത് വിശ്വാസികളെന്നോ അവിശ്വാസി എന്നൊന്നുമില്ല. സെക്കൻഡ് പ്രയോറിറ്റിയാണ് പറയുന്നത് സഹവിശ്വാസികൾക്കും. അപ്പോൾ നിന്റെ കൂടെയുള്ള സഹവിശ്വാസികൾക്ക് നന്മ ചെയ്യണം, അത് സെക്കൻഡ് പ്രയോറിറ്റിയാണ്. ഫസ്റ്റ് പ്രയോറിറ്റി പറയുന്നത് ജാതി മതവർഗ വ്യത്യാസമില്ല, അതെല്ലാവർക്കും നന്മ ചെയ്യണം. നിന്റെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകാൻ നീ പുതിയ ബാഗും ഒരു പുതിയ കുടയും ഒക്കെ വാങ്ങിക്കുമ്പോൾ അതേ അവിശ്വാസികളായ ഒരാൾക്ക് നീ അങ്ങനെ നിന്റെ കണ്ണിൽപ്പെട്ടാൽ നിശ്ചയമായും ചെയ്തു കൊടുക്കണം, കഴിയുമെങ്കിൽ, നിർവാഹമുണ്ടെങ്കിൽ. അത് കർത്താവ് പഠിപ്പിച്ച മാതൃകയാണ്. ഞാൻ അവിടുന്ന് ഓടിപ്പോകട്ടെ. സ്തോത്രം. അപ്പോൾ കർത്താവ് ചെയ്തത് ഒന്ന്, അവൻ നന്മ ചെയ്തു. രണ്ടാമത്തെ കാര്യം, മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം നമ്മൾ അവസാനിക്കുമ്പോൾ അവിടെ 2 വാക്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അവസാനിക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 19-20 വാക്യങ്ങളിൽ ഇങ്ങനെ കർത്താവായ യേശു അവരോട് അരുളി ചെയ്ത ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു ദൈവത്തിന്റെ വലതുഭാഗത്തിരുന്നു. 42 മാസത്തെ 3.5 വർഷത്തെ മിനിസ്ട്രി ഒക്കെ കഴിഞ്ഞ് പിതാവ് തന്നെ ഭരമേൽപ്പിച്ച രക്ഷണീയ പ്രവർത്തികൾ പൂർത്തിയാക്കി സ്വർഗത്തിലേക്ക് ചെന്ന യേശു ഇപ്പോൾ പിതാവിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയാണ്. പക്ഷെ 20-ാം വാക്യം പറയുന്നു, അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു. ആര്? ശിഷ്യന്മാർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു. എന്നാൽ 19-ാം വാക്യത്തിൽ പിതാവിന്റെ വലതുഭാഗത്ത് പോയി വിശ്രമത്തോടെ ഇരുന്ന കർത്താവ് 20-ാം വാക്യത്തിൽ എന്ത് ചെയ്തു? തന്റെ ശിഷ്യന്മാർ പ്രസംഗിക്കുന്ന ഇടത്ത് അവരോടുകൂടെ കർത്താവ് പ്രവർത്തിച്ചു. കണ്ടോ? അവരോടുകൂടെ കർത്താവ് പ്രവർത്തിച്ചുകൊണ്ട് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും വചനത്തെ ഉറപ്പിച്ചു പോകുന്നു. കണ്ടോ? അപ്പോൾ കർത്താവ് ചെയ്ത രണ്ടാമത്തെ കാര്യം, കർത്താവിന്റെ മിനിസ്ട്രിയിൽ അത്ഭുതങ്ങൾ ഉണ്ടായിരുന്നു. എക്സ്ട്രാ ഓർഡിനറി മിറക്കിൾസ്. ഞാൻ പ്രസംഗിക്കുന്ന കർത്താവ് അത്ഭുതങ്ങളുടെ മന്ത്രിയാണ്. സ്തോത്രം. അത്ഭുതം എന്ന് പറയുമ്പോൾ തന്നെ ചില സഭകൾക്ക് ഒക്കെ വിരൽ പിടിക്കാറുണ്ട്. അവർക്ക് എന്തോ അസ്വസ്ഥതയാണ്, അതൊരു നൂതൻ വാക്കായിട്ട് പലരും കരുതുന്നു. നോ, ബൈബിൾ വായിച്ചു നോക്കിയാൽ ഒരു മനുഷ്യന് വിശ്വസിക്കാൻ കഴിയാത്ത, ചിന്തിക്കാൻ കഴിയാത്ത എക്സ്ട്രാ ഓർഡിനറി മിറക്കിൾസുകളാണ് ബൈബിൾ നിറച്ചും. ഇന്ന് ഈ വചനം നിങ്ങൾ കേൾക്കുന്നെങ്കിൽ, നിങ്ങൾ വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ, നിങ്ങളുടെ വീടിനകത്തും നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയാത്ത, നിങ്ങൾക്ക് നിരൂപിക്കാൻ കഴിയാത്ത, ബുദ്ധി കിളക്കാൻ കഴിയാത്ത എക്സ്ട്രാ ഓർഡിനറി മിറക്കിൾസുകൾ നിങ്ങളുടെ കൂടാരങ്ങളിൽ ചെയ്യാനും കർത്താവ് ഇന്നും വിശ്വസ്തനാണ്. കാരണം അവൻ അത്ഭുതങ്ങളുടെ മന്ത്രിയാണ്. സ്തോത്രം. ഒന്നുകൂടെ ഇറങ്ങി പറയാം, യേശുക്രിസ്തുവിന്റെ മിനിസ്ട്രിയിൽ ഡെമോൺസ്ട്രേഷൻ ഓഫ് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ പ്രദർശനങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രദർശനമാണ് എക്സ്ട്രാ ഓർഡിനറി മിറക്കിൾസ് ആയി വന്നത്. പക്ഷേ യേശുവിന്റെ മിനിസ്ട്രിയിൽ അത്ഭുതങ്ങൾ മാത്രമല്ലായിരുന്നു, ഡെമോൺസ്ട്രേഷൻ ഓഫ് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ പ്രദർശനത്തിലൂടെ ഉണ്ടായ മിറക്കിൾസ് മാത്രമല്ലായിരുന്നു. അതാണ് രണ്ടാമത്തെ ഭാഗം. എന്ത്? ഇതിപ്പോൾ കർത്താവ് ചെയ്ത കാര്യമാണ് ഞാൻ പറഞ്ഞത്. അടുത്തത് എന്ത്? ഉപദേശിച്ചും. ടീച്ച്. ഇത് നമ്മൾ പറഞ്ഞൊരു ഡു ആണ്. അടുത്തത് അവിടെ എഴുതിയിരിക്കുന്നത് ടീച്ച് എന്നാണ് എഴുതിയിരിക്കുന്നത്. അവൻ ചെയ്തും ഉപദേശിച്ചും. അപ്പം യേശുവിന്റെ മിനിസ്ട്രിയിൽ മനോഹരമായ ഉപദേശങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ആ ഉപദേശവും യേശു ചെയ്തത് പരിശുദ്ധാത്മാവിലാണ്. അല്ലാതെ പുൽപ്പിറ്റെ കയറി നിന്നിട്ട് മനസ്സിൽ കിടക്കുന്ന കയ്പും പകയെല്ലാം കൂടെ ഉപദേശമായിട്ട് മൈക്കിൽ കൂടെ അലർന്നതല്ല ഉപദേശം. ഉപദേശം യേശു ചെയ്തതും പരിശുദ്ധാത്മാവിലാണ് ചെയ്തത്. എത്ര പേരുടെ ഉപദേശം ഇന്ന് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഉപദേശിക്കുന്ന ആളുകളുണ്ട്? ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവിന്റെ ശുശ്രൂഷ വൺ സൈഡ് അല്ലായിരുന്നു, ഇത് രണ്ടും ഉണ്ടായിരുന്നു. ഇന്ന് പലയിടത്തും ശുശ്രൂഷ വൺ സൈഡ് ആണ്. അവിടെ അത്ഭുതങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ സഭയ്ക്കകത്ത് അത്ഭുതത്തിന്റെ വാക്കുകളെ കേൾക്കാനുള്ളൂ, ഉപദേശം തൊട്ടു തീണ്ടിയിട്ടില്ല. എന്നാൽ ഉപദേശം ഉണ്ടെങ്കിൽ ഉപദേശിച്ചുള്ളവരെ കൂടി ഇല്ലാതായിക്കൊണ്ടിരിക്കുക. ഒരു ചെറിയ മിറക്കിൾ പോലും ഇല്ല. പരിശുദ്ധാത്മാവിന്റെ യാതൊരു ഡെമോൺസ്ട്രേഷൻ അവിടെ ഇല്ല. എന്നാൽ യേശുവിന്റെ മിനിസ്ട്രി ആണോ ന്യൂ ടെസ്റ്റ്മെന്റ് മിനിസ്ട്രിയുടെ പാറ്റേൺ? പരിശുദ്ധാത്മാവിന്റെ പ്രദർശനവും
ഉപദേശവും കൂടെ ബാലൻസ് ചെയ്ത് നിൽക്കുന്നതാണ് പുതിയ നിയമ ശുശ്രൂഷയുടെ പാറ്റേൺ. നിങ്ങളുടെ സഭ അങ്ങനെയാണെങ്കിൽ നിശ്ചയം യേശു സുവിശേഷത്തിൽ തുടങ്ങി വെച്ച മിനിസ്ട്രി നിങ്ങളുടെ സഭയിലൂടെ പരിശുദ്ധാത്മാവ് തുടരുന്നു. അല്ല എങ്കിൽ നിങ്ങൾ വലിയ ഡേഞ്ചർ സോണിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഞാൻ ഇതിനൊത്തിരി വാക്യങ്ങളുടെ സപ്പോർട്ട് എനിക്കുണ്ട് പറയാൻ. ഒന്ന് രണ്ട് വാക്യങ്ങൾ ചൂണ്ടിക്കാണിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായം 19 വാക്യം നോക്കാം. യേശുവിന്റെ മിനിസ്ട്രിയെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായം 19 വാക്യം. എന്തായിരുന്നു യേശുവിന്റെ മിനിസ്ട്രി? 24:19. ഏത് എന്ന് അവൻ അവരോട് ചോദിച്ചതിന് അവർ അവനോട് പറഞ്ഞത്, ദൈവത്തിനും സകല ജനത്തിനും മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസറയനായ യേശുവിനെ കുറിച്ചുള്ളത് തന്നെ. കണ്ടോ, യേശുവിന്റെ മിനിസ്ട്രി എന്തായിരുന്നു? പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസറയനായ യേശു. അപ്പൊ യേശുവിന്റെ മിനിസ്ട്രി 3.5 വർഷം എന്തായിരുന്നു? പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള. ഇവിടെ ഈ വാക്കെന്ന് പറയുന്നത് വെറും സംസാരം എന്നല്ല. വാക്കെന്നുള്ളതിന് വേടെന്ന് തന്നെയാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഗ്രീക്ക് ഞാൻ നോക്കിയപ്പോൾ അവിടെ ലോഗോസ് എന്ന് തന്നെയാണ്, വചനം എന്ന് തന്നെയാണ്. അപ്പോൾ യേശുവിന്റെ മിനിസ്ട്രി വെറും വചനം മാത്രമല്ല, പിന്നെ ആ വചനം ഉറപ്പിക്കാൻ ആ വചനത്തിന്റെ ശക്തി വെളിപ്പെടുമായിരുന്നു. അത് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലുമായിരുന്നു വചനം ഉറച്ചത്. നിങ്ങളുടെ മിനിസ്ട്രിയിൽ വെറും വചന ശുശ്രൂഷ മാത്രമേ ഉള്ളൂ, അതോ ശക്തി വെളിപ്പെടുന്നുണ്ടോ? സ്തോത്രം. ഞാൻ ഇന്ന് ഈ വചനം നിങ്ങളോട് സംസാരിക്കുമ്പോൾ കർത്താവ് ചെയ്ത മിനിസ്ട്രി, കർത്താവിന്റെ മിനിസ്ട്രിയിൽ വാക്കും വചനവും, കർത്താവിന്റെ മിനിസ്ട്രിയിൽ ശക്തിയും ഉണ്ടായിരുന്നു. ചില ആളുകൾ നന്നായി പ്രസംഗിക്കും, പക്ഷെ അടുത്തിരിക്കുന്നവർ ഇരുന്ന് ഉറങ്ങും. കാരണം അതിനകത്തൊരു ശക്തിയുമില്ല. പിന്നെ ചില ആളുകൾ പ്രസംഗിക്കുമ്പം ആളുകൾ ഉറങ്ങുമെന്ന് അവർക്ക് തന്നെ അറിയാം. അതുകൊണ്ട് അവർ കുറച്ച് തമാശയും കോമഡിയൊക്കെ ഇട്ട് വചനത്തിന്റെ ഗൗരവം നശിപ്പിച്ചില്ല, ജനത്തെ രസിപ്പിക്കും. പക്ഷെ നിന്റെ വചന ശുശ്രൂഷയിൽ ശക്തി വെളിപ്പെട്ടാൽ അവിടെ ഡെമോൺസ്ട്രേഷൻ വെളിപ്പെടുകയാണ് പരിശുദ്ധാത്മാവിന്റെ. അവിടെ വചനത്തിന്റെ ഡെമോൺസ്ട്രേഷൻ വെളിപ്പെടുകയാണ്. സ്തോത്രം. അപ്പൊ കർത്താവിന്റെ മിനിസ്ട്രി വചനവും ശക്തിയുമായിരുന്നു. നമുക്ക് വീണ്ടും ആ ഭാഗങ്ങൾ കൂടെ ചില വാക്കുകൾ കൂടെ ശ്രദ്ധിക്കാം. സ്തോത്രം. മത്തായി സുവിശേഷം 4 അധ്യായത്തിലേക്ക് വരാം. മാത്യു ചാപ്റ്റർ 4, മത്തായി സുവിശേഷം 4 അധ്യായം 23-24 വാക്യങ്ങൾ. 23-24 വാക്യങ്ങൾ. പിന്നെ യേശു ഗലീലയിലൊക്കെയും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനത്തിലുള്ള സകല ദീനത്തെയും വ്യാധിയെ സൗഖ്യമാക്കുകയും ചെയ്തു. ഇവിടെ 3 വാക്കുകൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം യേശുവിന്റെ മിനിസ്ട്രിയെ കുറിച്ച്. ഒന്ന്, കർത്താവിന്റെ മിനിസ്ട്രിയിൽ ഉപദേശമുണ്ടായിരുന്നു. 2, കർത്താവ് പ്രസംഗിച്ചു. 3, കർത്താവ് സൗഖ്യമാക്കി. ഇത് 3ഉം ആ വാക്യത്തിലുണ്ട്. 23 വാക്യത്തിൽ അവൻ പള്ളികളിൽ ഉപദേശിച്ചു. കണ്ടോ, ഉപദേശിച്ചു. എന്താ അതിന് നമുക്ക് പറയാൻ കഴിയുന്നത്? ടീച്ചിങ്. 2, രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. കണ്ടോ, പ്രസംഗിച്ചു. എന്താണ്? പ്രീച്ചിങ്. ഫൈനലി ജനത്തിലുള്ള സകല ദീനത്തെയും വ്യാധി സൗഖ്യമാക്കി. 3ാമത് നമുക്ക് പറയാൻ കഴിയുന്നത് ഹീലിംഗ്. കർത്താവിന്റെ മിനിസ്ട്രി പ്രീച്ചിങ്, ടീച്ചിങ്, ഹീലിംഗ്. സ്തോത്രം. ഏതെങ്കിലും ഒന്ന് മാത്രമായിരുന്നില്ല കർത്താവിന്റെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കർത്താവിന്റെ മിനിസ്ട്രി വൺ സൈഡ് മിനിസ്ട്രി അല്ലായിരുന്നു. സ്തോത്രം. കർത്താവിന്റെ മിനിസ്ട്രി വൺ സൈഡ് മിനിസ്ട്രി ആയിരുന്നില്ല എന്ന് പറയാൻ കാരണം, കർത്താവിന്റെ മിനിസ്ട്രിയിൽ പ്രസംഗവും ഉപദേശവും സൗഖ്യവും ഉണ്ടായിരുന്നു.
അതാ ഞാൻ പറഞ്ഞത്, കർത്താവിന്റെ മിനിസ്ട്രിയിൽ വചനവും ശക്തിയും വ്യാപരിക്കുന്നുണ്ടായിരുന്നു. കർത്താവ് ഇതാ തുടങ്ങി വെച്ചത് അവിടെ സുവിശേഷത്തിൽ. അത് തന്നെയാണ് തന്റെ ആത്മീക ശരീരമാകുന്ന സഭയിലൂടെ പരിശുദ്ധാത്മാവ് തുടരുന്നത്. ഇതാണ് പുതിയ നിയമ ശുശ്രൂഷയുടെ പാറ്റേൺ. എനിക്ക് ഒത്തിരി വാക്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ സമയം. ഇനി ഒരു വാക്യം കൂടെ നിങ്ങളെ ധരിപ്പിക്കാൻ വേണ്ടി ലൂക്കോസ് 4-ാം അധ്യായം നമുക്ക് നോക്കാം. ലൂക്കോസ് 4-ാം അധ്യായത്തിൽ നിന്ന് ഒരു വാക്യം കൂടെ, ഒത്തിരി വാക്യങ്ങൾ പറയുന്നില്ല. 4-ാം അധ്യായത്തിൽ നിന്ന് 17 മുതൽ ഉള്ള വാക്യങ്ങൾ 21 വരെ നമ്മൾ ശ്രദ്ധിച്ചാൽ, ഇവിടെ കർത്താവ് രണ്ട് കാര്യം പറയുന്നുണ്ട്. അതിനകത്ത് നിങ്ങൾ 18-ാം വാക്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. കർത്താവിന്റെ നസ്രയത്ത് പള്ളിയിലെ നയപ്രസംഗമാണ്. അതിൽ കർത്താവ് തന്റെ മിനിസ്ട്രിയെ കുറിച്ച് പറയുന്നത് എന്താണെന്നറിയാമോ? 18-ാം വാക്യത്തിൽ പറയുന്നു, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്തുകൊണ്ട് അവന്റെ ആത്മാവിന്റെ മേലുണ്ട്. അതാണ് കർത്താവിന്റെ പ്രസംഗം. പക്ഷെ അവിടെ കൊണ്ട് തീർന്നില്ല. അടുത്തത് എന്താ? ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാൻ, പീഡിതനെ വിടുവിപ്പാൻ. അത് ഡെലിവറൻസ്. അപ്പോൾ കർത്താവിന്റെ മിനിസ്ട്രിയിൽ പിതാവ് അയച്ചപ്പോൾ ഇത് പകർന്നയച്ചത് വചനവും ഡെലിവറൻസും. ഇത് രണ്ടും കർത്താവിന്റെ മിനിസ്ട്രിയിലുണ്ടായി. കേവലം 2 മണിക്കൂർ വചനം പ്രസംഗിച്ചിട്ട് പോവുകയല്ല, മാനിഫെസ്റ്റേഷൻ ഓഫ് ഹോളി സ്പിരിറ്റ്. സ്തോത്രം. ഇനി ഞാൻ നിങ്ങളോട് ഒരു വാക്യം, സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നിയൊരു വാക്യം ഞാൻ പറയാം. അത് ഈ ലൂക്കോസിന്റെ 5-ാം അധ്യായത്തിലാണ്. ലൂക്കോസ് 5-ൽ തന്നെയാണ്. അതിന്റെ 15-ാം വാക്യമാണ്. ഒരു സ്പെഷ്യലാണെന്ന് പറയാൻ കാരണം, ജനം നമ്മുടെ അടുക്കൽ വരുന്നത് കേവലം വചനം കേൾക്കാൻ വേണ്ടി മാത്രമല്ല. അത് കർത്താവിന് അറിയാമായിരുന്നു. നിങ്ങൾ 5-ന്റെ 15 നോക്കി. എന്നാൽ അവനെക്കുറിച്ച് വർത്തമാനം അധികം പരന്നു, വളരെ പുരുഷാരം വചനം കേൾക്കേണ്ടതിനും തങ്ങളുടെ വ്യാധികൾക്ക് സൗഖ്യം കിട്ടേണ്ടതിനും കൂടി വന്നു. അപ്പം എന്തിനാ ഈ പുരുഷാരം വന്നത്? ഓഫ് കോഴ്സ് പ്രയോറിറ്റി വചനം കേൾക്കാൻ തന്നെ. പക്ഷെ വചനം കേൾക്കാൻ മാത്രമല്ല, അവർ സൗഖ്യത്തിനും വേണ്ടി കൂടിയാണ് വന്നത്. ഇത് കിടക്കുക ഈ വാക്യം ഇങ്ങനെ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? വചനം കേൾക്കാനും സൗഖ്യം പ്രാപിക്കാനും കൂടെയാണ് ജനം വന്നത്. അപ്പോൾ വചനം വേണ്ടതുപോലെ പറഞ്ഞാൽ ആ വചനത്തിനകത്ത് ശക്തി വെളിപ്പെട്ട സൗഖ്യമുണ്ടാകും. കാരണം അവൻ വചനം അയച്ചവരെ എന്ത് ചെയ്തു? സൗഖ്യമാക്കിയെന്നാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ മുന്നിൽ വരുന്ന ആളുകൾ വചനം മാത്രമല്ല അവരുടെ പ്രശ്നം, അവർക്ക് സൗഖ്യവും വേണം. അപ്പോൾ വചനം നാം പ്രയോറിറ്റി കൊടുത്ത് വചനം പറയുമ്പോൾ തന്നെ ശക്തിയും കൂടെ വെളിപ്പെട്ടാൽ ആളുകൾ സൗഖ്യമാകും. ആ വചനത്തിൽ അവർ കൂടുതൽ എൻജോയ് ചെയ്യും. വചനത്തിൽ അവർ കുറച്ച് ഉറപ്പ് പ്രാപിക്കും. അങ്ങനെങ്കിൽ ഞാൻ രാവിലെ എഴുന്നേറ്റിരുന്ന് ഘോരഘോരാർത്ഥം നിങ്ങളോട് സംസാരിക്കുകയല്ല, നിങ്ങളെ പ്രചോദിപ്പിക്കുകയാണ്. പ്രാർത്ഥനാ മുറിയിൽ നിങ്ങൾ കുറച്ചുകൂടെ അലേർട്ടാകാൻ. എന്തിനു വേണ്ടി? നിങ്ങളുടെ മിനിസ്ട്രിക്കകത്ത് വാക്കും വചനവും ശക്തിയും വെളിപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കും. അതിന് നിങ്ങൾക്ക് അത്യാവശ്യം പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഇന്റിമസിയാണ്. ഞാൻ അങ്ങനെ പറയാൻ കാര്യം, യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ യേശു പൂർണ്ണ ദൈവമായിട്ട് തന്നെയാണ് വന്നത്. പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണ്. പക്ഷേ പൂർണ്ണ ദൈവമായിട്ട് വന്ന യേശു ഈ ഭൂമിയിൽ ചെയ്ത ഒരൊറ്റ അത്ഭുതങ്ങൾ പോലും തന്റെ ദൈവത്വത്തിലല്ല ചെയ്തേ. ആണോ? യേശു 5 അപ്പവും 2 മീനും 5000 പുരുഷന്മാർക്ക് വർദ്ധിപ്പിച്ചു കൊടുത്തത് തന്റെ ദൈവത്വത്തിലാണ്. മരിച്ച ലാസറിനെ ഉയർപ്പിച്ചത് തന്റെ ദൈവത്വത്തിലാണോ? ഒരിക്കലുമല്ല. യേശു ശുശ്രൂഷിച്ചത് മുഴുവൻ പരിശുദ്ധാത്മാവിലാണ്. തന്റെ ദൈവത്വമല്ല കർത്താവ് ഉപയോഗിച്ചത്. ഒത്തിരി വാക്യങ്ങൾ അതിന് ഉണ്ട്. മത്തായി സുവിശേഷം 12-ാം അധ്യായം 28-ാം വാക്യത്തിൽ ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ, അപ്പൊ യേശു ഭൂതത്തെ പുറത്താക്കിയത് എങ്ങനെയാണ്? ദൈവാത്മാവിനാൽ, പരിശുദ്ധാത്മാവിനാൽ. കണ്ടോ? ഇനി അത് മാത്രമല്ല, അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായം 38-ാം വാക്യത്തിൽ പത്രോസ് കൊർന്നല്യോസിന്റെ വീട്ടിൽ പ്രസംഗിക്കുമ്പോൾ പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവിനാലാണ്, പരിശുദ്ധാത്മാ അഭിഷേകത്താൽ യേശു രോഗികളെ സൗഖ്യമാക്കിയെന്ന്. അപ്പോൾ യേശു രോഗികളെ സൗഖ്യമാക്കിയത് എങ്ങനെയാണ്?
പരിശുദ്ധാത്മാവിനാലാണ് സൗഖ്യമാക്കിയത്, തന്റെ ദൈവത്വത്തിലല്ല ചെയ്തത്. സ്തോത്രം. കൂടാതെ ലൂക്കോസ് 6:19 നമുക്ക് ആ ഭാഗം ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ടു, എല്ലാവരെയും സൗഖ്യമാക്കിക്കൊണ്ട് പുരുഷാരമൊക്കെയും അവനെ തൊടുവാൻ ശ്രമിച്ചു. പരിശുദ്ധാത്മാവിലായിരുന്നു സൗഖ്യം, ശക്തി യേശുവിൽ നിന്ന് പുറപ്പെടുകയാണ്. സ്തോത്രം. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ നോക്കുക, യേശു പരിശുദ്ധാത്മാവിലാണ് ജനിച്ചത് മറിയുടെ ഗർഭപാത്രത്തിൽ. പക്ഷേ 30-ാമത്തെ വയസ്സിൽ സ്വർഗം തുറന്നു, പരിശുദ്ധാത്മാവ് പ്രാവുന്ന ദേഹരൂപത്തിൽ യേശുവിന്റെ മേൽ ഇറങ്ങി വന്നു. ശേഷമാണ് യേശു 42 മാസമോ 3.5 കൊല്ലമോ എത്ര കാലം ശുശ്രൂഷിച്ചു, അത്രയും കാലം ഇവിടെ ശുശ്രൂഷിച്ചത്. കാരണം പരിശുദ്ധാത്മാവ് തന്റെ മേൽ വരണം, തന്റെ മിനിസ്ട്രി അടുത്ത മണിക്കൂറുകളിൽ ഡെമോൺസ്ട്രേഷനായി അത്ഭുതമായി വെളിപ്പെട്ടു വരണമെങ്കിൽ. കാരണം പിതാവ് തന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ ചെയ്ത പ്ലാനിങ്ങിനകത്ത് താൻ മിനിസ്റ്റർ ചെയ്യാൻ പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസിലായിരുന്നു പോകേണ്ടിയിരുന്നത്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം വ്യക്തമായി ഞാൻ പറയാം. സ്തോത്രം. പരസ്യ ശുശ്രൂഷയ്ക്ക് യേശുവിനെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടിയാണ് സ്നാന സമയത്ത് പരിശുദ്ധാത്മാവിനെ പിതാവ് തന്റെ പുത്രന്റെ മേൽ അയക്കുന്നത്. സ്തോത്രം. നോക്കിക്കേ, യേശു ആത്മാവിൽ ജനിച്ചു, ആത്മാവിൽ വളർന്നു, ഇനി ആത്മാവിൽ നിറഞ്ഞു. ലൂക്കോസ് 4:1 ആത്മാവിൽ നിറഞ്ഞു, മരുഭൂമിയിൽ പിശാചിനെ തോൽപ്പിച്ച് 4:14 ആത്മാവിൽ ശക്തിപ്പെട്ടതിന് ശേഷമാണ് പരസ്യ ശുശ്രൂഷയിലേക്ക് കാലുവെക്കുന്നത്. നോക്കിക്കേ, രഹസ്യ ജീവിതത്തിൽ പിശാചിനെ തോൽപ്പിച്ചവനാണ് പരസ്യമായ ശുശ്രൂഷയിൽ ശക്തിപ്പെട്ടത്. ഇന്ന് രാവിലെ പൈശാചിക സ്വാധീനങ്ങളെയും പൈശാചിക സ്ട്രാറ്റജികളെയും തോൽപ്പിക്കാൻ കഴിയാത്ത ഒരുവൻ എങ്ങനെയാണ് പവർ മിനിസ്റ്റർ ചെയ്യുന്നത്? എങ്ങനെയാണ് പരിശുദ്ധാത്മാവിന്റെ മാനിഫെസ്റ്റേഷൻ വെളിപ്പെടുന്ന, ഡെമോൺസ്ട്രേഷൻ വെളിപ്പെടുന്ന ശുശ്രൂഷ ചെയ്യുന്നത്? അങ്ങനെയെങ്കിൽ നമുക്ക് യേശു പോലും പരിശുദ്ധാത്മാവിനാലാണ് തന്റെ ശുശ്രൂഷ ചെയ്തതെങ്കിൽ, അതുകൊണ്ടാണ് യേശു സ്വർഗത്തിലേക്ക് കയറി പോകുമ്പോൾ അപ്പോസ്തലപ്രവൃത്തി 1:4 പറഞ്ഞത്, വെയിറ്റ് ചെയ്യണം നിങ്ങൾ മാളിക മുറിയിൽ. കാരണം പരസ്യ ശുശ്രൂഷയിൽ എന്നെ ശക്തിപ്പെടുത്തിയ, പരസ്യ ശുശ്രൂഷയിൽ ഭൂതങ്ങളെ പുറത്താക്കാൻ, രോഗികളെ സൗഖ്യമാക്കാൻ എന്നെ ഗൈഡ് ചെയ്ത അതേ പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങൾക്ക് തരികയാണ്. എന്തിന്? ഞാൻ ചെയ്തത് നിങ്ങൾ വാക്കി തുടരുവാൻ, ഞാൻ തുടങ്ങി വെച്ചത് നിങ്ങളിലൂടെ സഭയ്ക്കകത്ത് തുടരുവാൻ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് അത്യാവശ്യമാണ്. അവനെ കൂടാതെ നിങ്ങൾക്കൊരു സുവിശേഷീകരണം കഴിയില്ല, അവനെ കൂടാതെ നിങ്ങൾക്കൊരു അത്ഭുതം ചെയ്യാൻ കഴിയില്ല, അവനെ കൂടാതെ നിങ്ങൾക്കൊന്നും കഴിയില്ല. അതുകൊണ്ട് ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. നിങ്ങളുടെ മിനിസ്ട്രിയിൽ വചനവും ശക്തിയും വെളിപ്പെടുവാൻ, ഇത് രണ്ടും കൂടെ ബാലൻസ് ചെയ്യുന്ന ഒരു പുതിയ നിയമ ശുശ്രൂഷയുടെ പാറ്റേൺ നിങ്ങളിലൂടെ വെളിപ്പെടുവാൻ നമുക്ക് പരിശുദ്ധാത്മാവിലേക്ക് മടങ്ങി വരാം. നമുക്ക് പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കാം, പരിശുദ്ധാത്മാവിന്റെ സഹായം ചോദിക്കാം. അതിനായി കർത്താവ് നമ്മെ ധൈര്യപ്പെടുത്തട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന ആഹ്വാനത്തോടെ നമുക്ക് പ്രാർത്ഥനയ്ക്കായി തലകൾ വണക്കാം, കണ്ണുകൾ അടയ്ക്കാം. മഹാദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പ്രഭാതത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് ഇന്ന് രാവിലെ നൽകിയ ദൈവവചനത്തിന്റെ ആധികാരികതകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഈ പ്രിയപ്പെട്ടവരെ ബ്ലസ് ചെയ്യുന്നു. ഇവരുടെ കണ്ണുകളെ തുറക്കണമേ, ബുദ്ധിയെ തുറക്കണമേ. ഇവരുടെ ഹൃദയം പരിശുദ്ധാത്മാവിന്റെ ശക്തിക്കായി കൊതിക്കുന്ന, പരിശുദ്ധാത്മാവിന്റെ വ്യക്തിത്വം അനുഭവിപ്പാൻ വാഞ്ചിക്കുന്ന, പരിശുദ്ധാത്മാവിന്റെ ദൈവത്വം എക്സ്പീരിയൻസ് ചെയ്യുവാൻ ഈ ദിവസങ്ങളിൽ കൊതിക്കുന്ന ഹൃദയമാക്കി തീർക്കുവാൻ പ്രാർത്ഥിക്കുന്നു. യേശു ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും പരിശുദ്ധാത്മാവിലൂടെ വീണ്ടും റിസീവ് ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണം. ജനത്തെ ബ്ലസ് ചെയ്യും, കൃപ കൂടെ ഇരിക്കും, അത്ഭുതം ചെയ്യും. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥനയും യാചനയും കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. പിതൃപുത്ര പരിശുദ്ധാത്മാകാം ത്രിയേക ദൈവത്തിന്റെ കൃപയും സമാധാനങ്ങളും ആശീർവാദം പ്രാർത്ഥിച്ച വിഷയങ്ങളോടും കേട്ട ദൈവവചനത്തോടും പിരിയുന്ന നാം ഓരോരുത്തരോടും, ദൂരത്തും ചാരത്തുമുള്ള എല്ലാ സമശിഷ്ടങ്ങളോടും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ മേഘപ്രത്യക്ഷത വരെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകി പിതാവിനെ ശക്തിയോടെ സ്തുതിക്കാം. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. എല്ലാവർക്കും വന്ദനം, നന്ദി. കർത്താവ് ഈ വചനങ്ങളാൽ
നിങ്ങളെ എല്ലാവരും ധൈര്യപ്പെടുത്തട്ടെ. ഗോഡ് ബ്ലെസ് യു.